നമ്മുടെ ക്ലാസ് മുറികളിലൊക്കെ കുട്ടികൾ തെറ്റിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവിടേക്ക് ചായണമോ ഇവിടേക്ക് വീഴണമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ട് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ, അല്ലല്ലോ എന്നുള്ള മട്ടിൽ നമ്മൾ പോകരുത്. എൻ്റെ സഹോദരിയുടെ കാവൽക്കാരി കൂടിയാണ് ഞാൻ, അവളുടെ കാവൽമാലാഖയാണ് ഞാൻ. അപ്പോൾ എനിക്ക് കർത്താവ് കൂടുതൽ സമ്മാനം നൽകും. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നീ എന്നോട് പിണങ്ങിയാലും ഇല്ലെങ്കിലും, ഈ സമയത്ത് നീ ആ പയ്യൻ്റെ പിന്നാലെ പോകുന്നത് ശരിയല്ല 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 എന്ന് പറയാനുള്ള ധൈര്യം ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞിനും ഉണ്ടെങ്കിൽ എത്രയധികം കുറ്റകൃത്യങ്ങളും തെറ്റുകളും കുറഞ്ഞിരുന്നേനെ. നമുക്കൊക്കെ പേടിയാണ്. നമ്മളെല്ലാം ഒരു കോംപ്രമൈസിൻ്റെ നയമാണ് എടുക്കുന്നത്. അധ്യാപകരുൾപ്പെടെ പറഞ്ഞാലേ കൊച്ചു പോയി ആത്മഹത്യ ചെയ്താൽ എന്തു ചെയ്യും, പറഞ്ഞാൽ കൊച്ചിൻ്റെ അപ്പനും അമ്മയും നമ്മളെ തല്ലാൻ വന്നാൽ എന്തു ചെയ്യും, ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുകയാണ്, നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് പറയുക, നീ എന്നെ വെറുത്താലും, നീ എന്നോട് പിണങ്ങിയാലും, നീ എനിക്കെതിരെ എന്തൊക്കെ പറഞ്ഞു വരുത്തിയാലും ഇത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കർത്താവിനോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നീ കുഴിയിലേക്കാണ് പോകുന്നത്, തെറ്റിലേക്കാണ് പോകുന്നത്.